ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 349. നമ്മൾ 63-ാമത്തെ ഉപനിഷത്തായി ചാന്തോഗ്യോപനിഷത്താണ് നോക്കുന്നത്. അതിൽ അധ്യായം 3-ലെ 2, 3, 4, 5 സ്കന്ധങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ സ്കന്ധത്തിൽ നമ്മൾ കണ്ടത് സൂര്യനെ മധുവായിട്ട്, ഈ പ്രപഞ്ചത്തിൻ്റെ മധുവായി ചിത്രീകരിച്ചുകൊണ്ട് സൂര്യനാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത്. ഈ പ്രപഞ്ചത്തെ തന്നെ മുന്നോട്ടേക്ക് നയിക്കുന്നത് കാലചക്രം, അതിൻ്റെ കേന്ദ്രം സൂര്യനാണ്. അപ്പം സൂര്യൻ്റെ ഓരോ വശത്ത് അത് കാലചക്രം ആണ് ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നുണ്ടെങ്കിൽ അത് സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. സയൻസ് എന്നതാണ് വേദങ്ങൾ, 4 വേദങ്ങൾ. അപ്പോൾ ആ സൂര്യൻ എന്ന കാലചക്രം ആണ് സയൻസിലൂടെ ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത് എന്നതുകൊണ്ട് ആ നയിക്കുന്നത് അതിൽ നിന്നുള്ള ആകർഷണ ബലങ്ങളാണ്. അത് രശ്മികളായിട്ട് ചിത്രീകരിക്കുകയാണ്. ഇപ്പം സൂര്യൻ്റെ ഓരോ വശത്തെ രശ്മികളെ ഓരോ വേദങ്ങളായിട്ട് ചിത്രീകരിച്ചുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. അപ്പം സൂര്യൻ്റെ കിഴക്ക് വശത്തിൽ നിന്ന് വരുന്ന രശ്മികളെ നമ്മൾ കഴിഞ്ഞതിൽ 1-ാമത്തെ ഖണ്ഡത്തിൽ കണ്ടു. ഇനി 2-ാമത്തെ ഖണ്ഡത്തിൽ എന്താണെന്ന് പറയുന്നത്, ആദിത്യൻ്റെ തെക്കോട്ടുള്ള രശ്മികൾ, സൂര്യനിൽ നിന്ന് തെക്കുവശത്തേക്ക് പ്രവഹിക്കുന്ന രശ്മികൾ, അല്ലെങ്കിൽ തെക്കുവശത്ത് ആക്ട് ചെയ്യുന്ന രശ്മികൾ, അത് മധുവിൻ്റെ, മധു എന്ന് പറഞ്ഞാൽ ഒരു പൂവിൻ്റെ സത്ത മധുവാണ്. ആ മധുവിൻ്റെ തെക്കോട്ടുള്ള നാഡികൾ ആകുന്നു. തെക്കോട്ടുള്ള നാഡികൾ, ആ രശ്മികൾ നാഡികൾ. ഈ രശ്മികൾ ഇതിലൂടെയാണ് ആക്ട് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിലാണെങ്കിൽ നമ്മുടെ നാഡികളിലൂടെയാണ് അത് സിഗ്നൽ സിസ്റ്റമായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പം തെക്കോട്ടുള്ള നാഡികളായിട്ട് ചിത്രീകരിക്കുകയാണ്. അത് ആ യജസ്സുക്കൾ മധുകുത്തുകൾ ആകുന്നു എന്ന് പറഞ്ഞാൽ ആ യജസ്സുകൾ, അങ്ങനെ പോകുന്ന ആ ബലങ്ങൾ, ആ സയൻസുകൾ, അതിൻ്റെ പിന്നിലുള്ള സയൻസുകൾ ആണ് മധുകുത്തുകൾ എന്ന് പറയുമ്പോൾ തേനീച്ചകൾ എന്ന അർത്ഥത്തിലാണ്. തേനീച്ചകളുമായിട്ട് സയൻസിനെ കമ്പയർ ചെയ്യുന്നുണ്ട്. തേനീച്ചകൾ പല പൂവിൽ നിന്നാണ് മധു ശേഖരിച്ചിട്ട് സംഭരിക്കുന്നത്. അതുമാതിരി വേദങ്ങളിൽ നിന്നാണ് ഈ യജുർവേദം ഇവിടെ തെക്കോട്ടുള്ള രശ്മികളുടെ യജുർവേദമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ആ യജുർവേദമാകുന്ന പൂവിൽ നിന്നാണ് മധു തേനീച്ചകൾ സംഭരിക്കുന്നത് പോലെ നമ്മളും എന്ത് ചെയ്യണം, അതിൽ നിന്ന് ജ്ഞാനം നേടണം. യജുർവേദം പുഷ്പമാകുന്നു. ആ യജുർവേദത്തെ ഒരു പുഷ്പത്തോട് ചിത്രീകരിക്കുകയാണ്. ആ പുഷ്പത്തിൽ നിന്നാണ് തേനീച്ചകൾ തേന് നുകരുന്നത് പോലെ യജുർവേദമാകുന്ന പുഷ്പത്തിൽ നിന്ന് നമ്മൾ ജ്ഞാനമാകുന്ന മധു സ്വീകരിക്കണം. അതിലെ അമൃതങ്ങൾ, അതിലുള്ള സത്തയാകുന്നു, സത്തകൾ അപ്പുകളാകുന്നു. അപ്പുകൾ എന്ന് പറഞ്ഞാൽ രസങ്ങളാകുന്നു. അതിലുള്ള രസങ്ങൾ അത് അമൃതങ്ങളാണ്. ആ യജുർവേദ കർമ്മങ്ങളെ, ആ യജുർവേദത്തിലെ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ, ആ യജുർവേദത്തിൽ പറയുന്ന ശാസ്ത്രതത്വങ്ങളുടെ അടിസ്ഥാനത്തിലെ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത് തപിപ്പിക്കപ്പെട്ടത്. തപിപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഊർജവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആ ജ്ഞാനം ടെക്നിക്കലായിട്ട് പ്രകടമാകുന്നു. സയൻസ് അത് പ്രകടമാകുമ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ അത് ഊർജത്തിൻ്റെ സഹായത്താണ്. അത് തപിപ്പിക്കപ്പെടുമ്പോൾ അതിൽ നിന്നുള്ള സയൻസ് ഈ പ്രപഞ്ചത്തിലെ പലതുമായിട്ട് മാറുന്നു. അതിലൂടെ എന്തുണ്ടാകുന്നു? യശസ്. ആ ജ്ഞാനത്തിലൂടെ യശസ്, തേജസ്, ഇന്ദ്രിയങ്ങൾ, വീര്യം, നമുക്ക് കഴിക്കേണ്ട അന്നാദികൾ, എല്ലാ ഉൽപ്പന്നങ്ങളും ആ രസം, അതിൽ നിന്നുള്ള രസത്തിലൂടെ ഉത്ഭവിച്ചു. ആ ഋഗ്വേദത്തിലൂടെയാണ് ഉത്ഭവിച്ചത്.
ആ കർമ്മഫലമായിട്ടാണ് ഈ രസം പ്രവഹിച്ചത്. ആ കർമ്മത്തിലൂടെ അത് ആ ജ്ഞാനം കർമ്മമായിട്ട് പ്രവഹിക്കാൻ തുടങ്ങിയപ്പോൾ അത് ഗമിച്ചു. അത് ആദിത്യൻ്റെ ആ വശമായിട്ട് ഗമിച്ചു. ഏത് വശം? തെക്കോട്ടുള്ള വശമായിട്ട്, സൂര്യൻ്റെ തെക്കുവശമുള്ള രശ്മികളായിട്ട് യജുർവേദത്തെയും അതുമായിട്ട് ബന്ധപ്പെട്ട കർമ്മങ്ങളെയും ബന്ധിപ്പിച്ചു. ഈ രൂപവും ഈ ശുക്ലരൂപമായ ഇത് മധുവാകുന്നു. ഈ മധു, സൂര്യനെ നേരത്തെ മധുവായിട്ടാണ് ചിത്രീകരിച്ചത്. ഈ മധു അതിൻ്റെ ശുക്ലരൂപമാണ്. ശുക്ലരൂപം എന്ന് പറഞ്ഞാൽ വെളുത്ത രൂപത്തിൽ അതിനെ കാണാം. അപ്പം തെക്കോട്ടുള്ളത് വെളുത്ത രൂപമായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ്. അതാണ് യജുർവേദം. ഇനി മൂന്നാമത്തെ ഇതിൽ എന്താണ് പറയുന്നത് നോക്കാം. മൂന്നാമത്തേതിൽ ഇതുപോലെ തന്നെ പറയുകയാണ്. ആദിത്യൻ്റെ പടിഞ്ഞാറ്, മൂന്നാമത്തെ ഖണ്ഡത്തിൽ പറയുന്നത് ആദിത്യൻ്റെ പടിഞ്ഞാറ് പോകുന്ന രശ്മികൾ ആദിത്യനാകുന്ന മധുവിൻ്റെ പടിഞ്ഞാറേ നാഡികളാകുന്നു. അപ്പം പടിഞ്ഞാറോട്ടേക്ക് പോകുന്ന, സൂര്യൻ്റെ ചുറ്റുമുള്ള പടിഞ്ഞാറോട്ടേക്ക് പോകുന്ന രശ്മികൾ, ആ രശ്മികൾ നമ്മുടെ പടിഞ്ഞാറ് വശത്തെ നാഡികളെ കൺട്രോൾ ചെയ്യുന്നു. നമ്മളെ ശരീരത്തിലുള്ള നാഡികളെ, അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ നാഡികളെ കൺട്രോൾ ചെയ്യുന്നു. പടിഞ്ഞാറ് ഭാഗത്തെ നാഡികളെ കൺട്രോൾ ചെയ്യുന്നു. സാമങ്ങൾ ഭ്രമരങ്ങളാകുന്നു. അതായത് വണ്ടുകളെ അല്ലെങ്കിൽ തേനീച്ചകളെല്ലാം, നേരത്തെ പറഞ്ഞ തേനീച്ചയാണ്, അത് സാമങ്ങളാകുന്നു. അതായത് സാമവേദമാകുന്നു. എന്നിട്ടോ സാമവേദത്താൽ നടത്തപ്പെടുന്ന കർമ്മം പുഷ്പമാകുന്നു. സാമവേദമാകുന്ന പുഷ്പത്തിൽ നിന്നാണ് ജ്ഞാനം ഉത്ഭവിക്കുന്നത്. ആ ജ്ഞാനത്തിലൂടെയാണ് കർമ്മം നടക്കുന്നത്. അപ്പം പടിഞ്ഞാറ് വശത്തെ കർമ്മങ്ങളെല്ലാം സാമവേദവുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് ആ കർമ്മഫലങ്ങളെ പുഷ്പങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആ ജ്ഞാനങ്ങൾ, സാമവേദങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ജ്ഞാനങ്ങളാണ് കർമ്മങ്ങളായി പരിണമിക്കുന്നത്. അതിൽ നിന്നും ലഭിക്കുന്ന അമൃതങ്ങൾ അപ്പുകളാണ്. അതിൻ്റെ സത്ത, ആ രസം, അതിൽ നിന്ന് പുറപ്പെടുന്ന രസം, അത് അപ്പുകളാകുന്നു. ആ സാമവേദങ്ങൾ ആ സാമവേദത്തിൽ പറഞ്ഞ കർമ്മങ്ങളിലൂടെ എന്ത് സംഭവിക്കുന്നു? അത് അഭിതപിക്കപ്പെടുന്നു. ആ സാമവേദത്തിലെ സയൻസാണ് താപവുമായിട്ട് ചേർന്നുകൊണ്ട് അഭിതപിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഊർജവുമായി ചേർന്നുകൊണ്ട്, അഗ്നിയുമായിട്ട് ചേർന്നുകൊണ്ട് തപിപ്പിക്കപ്പെടുമ്പോഴാണ് പ്രപഞ്ചത്തിലെ പല വസ്തുക്കളും ഉണ്ടായിരിക്കുന്നത്. പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ഏതിൽ നിന്നാണ്? ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, അതിൻ്റെ ആപ്ലിക്കേഷൻ. അപ്പം ഇതിലൂടെയുള്ള ജ്ഞാനത്തിലൂടെ പടിഞ്ഞാറ് വശത്തുള്ള എല്ലാം ഉണ്ടായി എന്ന് പറയുകയാണ്. അപ്പം 3 വേദങ്ങളായി. അതിലൂടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? യശസ്സും തേജസ്സും ഇന്ദ്രിയങ്ങളും വീര്യങ്ങളും എല്ലാം, അന്നാദികളും എല്ലാതരം ഉൽപ്പന്നങ്ങളുമെല്ലാം ഉണ്ടായി. അപ്പം കിഴക്ക് വശത്തുള്ള ഋഗ്വേദമായിട്ടും തെക്ക് വശത്തുള്ള യജുർവേദമായിട്ടും പടിഞ്ഞാറ് വശത്തുള്ള സാമവേദമായിട്ടും താരതമ്യപ്പെടുത്തിയിട്ട് അതിലൂടെ അതെല്ലാം പുഷ്പങ്ങളായി ചിത്രീകരിച്ചുകൊണ്ട് അതിൽ നിന്നും ഉത്ഭവിക്കുന്ന മധു തേനീച്ചകൾ നുകരുന്നത് പോലെ നമ്മളും ഈ പ്രപഞ്ചവും ആ വേദങ്ങളുടെ, അത് 4 വേദങ്ങളുടെ ജ്ഞാനങ്ങൾ പുറത്തേക്ക് എടുത്തുകൊണ്ട് അതിനെ പ്രാക്ടിക്കലായിട്ട് ഉപയോഗിച്ചപ്പോൾ, തപിപ്പിച്ചപ്പോൾ, അഗ്നിയുടെ സഹായത്താൽ അതിനെ ഉപയോഗിച്ചപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും, ഈ 3 വശത്തുള്ള വസ്തുക്കളും ഉണ്ടായി എന്ന് പറയുകയാണ്. ഇനി അത് ആ സൂര്യൻ്റെ ആ വശത്തെ പ്രത്യേകതയായിട്ട് കാണുന്നു. അതിനെ കൃഷ്ണരൂപമായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ രൂപം കൃഷ്ണരൂപമായ കളറായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ്. സൂര്യനിൽ നിന്ന് വരുന്ന രശ്മികൾക്ക് നിറങ്ങളും ഉണ്ടല്ലോ. അപ്പം
പടിഞ്ഞാറ് വശത്തുള്ളതിന് അത്തരത്തിലുമാക്കി. ഇനി നാലാമത്തെ ഖണ്ഡത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സൂര്യൻ്റെ ആദിത്യൻ്റെ വടക്കോട്ടുള്ള രശ്മികൾ മധുവിൻ്റെ വടക്കോട്ടുള്ള നാഡികളാകുന്നു. അപ്പോൾ ലോകത്തെ നിയന്ത്രിക്കുന്ന നാഡികൾ നമ്മുടെ വടക്കോട്ട് ഭാഗത്തുള്ള നാഡികളെല്ലാം നിയന്ത്രിക്കുന്നത് സൂര്യൻ്റെ ഈ വടക്കുള്ള രശ്മികളാണ്. സൂര്യനിൽ നിന്നുള്ള വടക്കു നിന്നുള്ള ആകർഷണ രശ്മികളാണ് നമ്മുടെ വടക്കു ഭാഗത്തുള്ള നാഡികളെയെല്ലാം നിയന്ത്രിക്കുന്നത്. അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ വടക്കു ഭാഗത്തെ നാഡികളിലൂടെയാണ് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത്. അഥർവനാലും അങ്കീരസിനാലും കണ്ടുപിടിക്കപ്പെട്ട മന്ത്രങ്ങൾ അത് അഥർവവേദവുമായിട്ട് ബന്ധിപ്പിച്ചു പറഞ്ഞു. തന്നെ ഭ്രമരങ്ങൾ അതാണ് വണ്ടുകളോ അല്ലെങ്കിൽ തേനീച്ചകളോ എല്ലാം ആയിട്ട് അതിനെ എടുക്കാം. ഇതിഹാസങ്ങളും പുരാണങ്ങളും പുഷ്പങ്ങളാകുന്നു. അതിൻ്റെ പുഷ്പങ്ങളാണ് ഇതിഹാസ പുരാണങ്ങളായിട്ട് നമ്മളെ മുമ്പിൽ നിൽക്കുന്നത്. കർമ്മങ്ങളാൽ പ്രയോഗിക്കപ്പെടുന്ന സോമാദികൾ, അതിൽ നിന്നും ഉത്ഭവിക്കുന്ന സോമം ഇൻപുട്സ് എല്ലാം അപ്പുകളാകുന്നു. അഥർവാക അങ്കീരസ്സുകൾ ഇതിഹാസ പുരാണങ്ങളിലൂടെ തപിപ്പിച്ചപ്പോൾ അതിലൂടെ ഈ പുരാണ ഇതിഹാസങ്ങളിലൂടെ തപിപ്പിച്ചപ്പോൾ എന്തുണ്ടായി? യശസ്സുണ്ടായി, പ്രപഞ്ചത്തിന് യശസ്സുണ്ടായി. നമ്മളും അതെടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കും യശസ് ഉണ്ടാകും, തേജസ് ഉണ്ടാകും. ഇനി എന്തുണ്ടാകും? ഇന്ദ്രിയങ്ങളുണ്ടാകും, അന്നങ്ങളുണ്ടാകും. എല്ലാതരം അന്നങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാം ആയി. അതിൽ നിന്നുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായതിൽ അതെല്ലാം വടക്കു ഭാഗത്തെ സൂര്യൻ്റെ രശ്മികളിലൂടെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതിനെ അഥർവവേദം എന്ന പുഷ്പവുമായിട്ട് ചിത്രീകരിച്ചു. അതിലെ മധുവിനെ വണ്ടുകളാകുന്ന നമ്മൾ നുകരണം. അതിലൂടെ ആജ്ഞാനത്തിലൂടെ നമുക്കും ഐശ്വര്യവും ഉന്നതിയെല്ലാം നേടാം. അത് ആദിത്യൻ്റെ വടക്കു ഭാഗത്തേക്ക് ഗമിച്ചു. ആദിത്യൻ്റെ ഈ രൂപം കറുത്തതാണ് എന്ന് പറയുകയാണ്. ആ വശത്തിന് കറുപ്പ് നിറവും കൊടുത്തു. ഇനി വേറൊരു വശവും കൂടി ഉണ്ടല്ലോ, മേൽപോട്ട്. അപ്പോൾ വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് കണ്ട്. ഇനി അഞ്ചാമത്തെ ഖണ്ഡത്തിൽ പറയുകയാണ് ആദിത്യൻ്റെ മേൽപോട്ടുള്ള രശ്മികൾ അത് മധുവിൻ്റെ മേൽപോട്ടുള്ള നാഡികളാണ്. നമ്മൾ മേൽപോട്ടുള്ള നാടുകളെല്ലാം ആ മധുവാണ് സൂര്യൻ്റെ അല്ലെങ്കിൽ നമ്മിലെ മേൽപോട്ടുള്ള നാഡികളാണ്. അത് രഹസ്യ ഉപദേശങ്ങൾ നുകരുന്ന വണ്ടുകളാണ്, അല്ലെങ്കിൽ തേനീച്ചകളാണ്. അതിൽ നിന്നും നുകരുന്ന മധുവിൽ നിന്നും നുകരുന്നത് രഹസ്യ ഉപദേശങ്ങളാണ്. അത് മുകളിലുള്ളതാണ്. മുകളെന്ന് പറഞ്ഞാൽ ആകാശം, അതിൻ്റെ അപ്പുറം എല്ലാം പോകുന്നത് ആ പ്രപഞ്ചം തന്നെ. പ്രപഞ്ചം എല്ലാം മുകളിലല്ല കിടക്കുന്ന ആകാശം. അവിടെ രഹസ്യ ഉപദേശങ്ങളാണ്. അത്രയും ജ്ഞാനം അത് മനസ്സിലാക്കണ്ടെങ്കിൽ നമുക്ക് നല്ല ജ്ഞാനം വേണം. അതിൻ്റെ പുഷ്പം എന്ന് പറയുന്നത് ബ്രഹ്മമാണ്. ബ്രഹ്മത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമാണത്. അത് രഹസ്യജ്ഞാനമാണ്. ആ ബ്രഹ്മജ്ഞാനം അത് അതിൽ നിന്ന് വരുന്ന സോമാദികളെല്ലാം അപ്പുകൾ. ആ ഗുഹ്യ ഉപദേശങ്ങളാണ്. പെട്ടെന്നൊന്നും ബ്രഹ്മത്തിൽ നിന്ന് വരുന്ന ജ്ഞാനം നമുക്ക് എടുക്കാൻ പറ്റില്ല. വേദങ്ങളിൽ നിന്നുള്ളതെല്ലാം പ്രപഞ്ച സൃഷ്ടിയെ പറ്റിയുള്ള, വേദത്തിൽ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് ആധുനിക സയൻസാണ്. അതിൽ അവിടെ കുറച്ച് മാത്രമേ ആത്മീയം പറഞ്ഞിട്ടുള്ളൂ. ഒന്നും വിട്ടിട്ടില്ല, കുറച്ച് അവിടെ. അപ്പം അതങ്ങ് മുകളിൽ നിന്നാണ്. അതങ്ങനെ പഠിച്ചിട്ട് പ്രയോഗിച്ചിട്ട് എടുക്കാൻ പറ്റുന്നതല്ല. വേദങ്ങളിലൂടെ നേരിട്ട് ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ പറ്റില്ല. അത് രഹസ്യ ഉപദേശമാണ്. അത് നമ്മൾ സ്വയം മനസ്സിലാക്കണം. ആ ഗുഹ്യ ഉപദേശങ്ങൾ ബ്രഹ്മത്തെ അഭിതപിപ്പിച്ചു. ആ ബ്രഹ്മം ആ രഹസ്യ ഉപദേശത്തിലൂടെ, അതായത് 4 വേദങ്ങൾ പ്രധാനമായിട്ട് സയൻസ് 2 എണ്ണമല്ലോ, അപര സയൻസാണ്, മോഡേൺ സയൻസാണ്. അതിൽ പരയുണ്ട്. ആ പര വരുന്നത് ബ്രഹ്മത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമാണ്. ആ ബ്രഹ്മം തപിപ്പിച്ചപ്പോഴാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായത്.
അതിലൂടെയാണ് യശസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം ഉണ്ടായത്. നേരത്തെ പറഞ്ഞ കാര്യം, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ഉണ്ടായിരിക്കുന്നത്. ആദിത്യന്റെ മധ്യത്തിൽ അത് ജ്വലിക്കുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റുന്നു. അത് തന്നെ മധു. അതിനെ നമ്മൾ നോക്കണ്ടെങ്കിൽ എവിടെയാണെന്ന് വെച്ചാൽ ആദ്യത്തിൽ സൂര്യന്റെ നേരെ മധ്യത്തിലേക്ക് നോക്കണം. സൂര്യനെ നേരിട്ട് നോക്കണം. അത് തപിക്കുന്നതാണ്. അത് നമുക്ക് നോക്കാൻ പോലും പറ്റില്ല. അപ്പൊ ആ ബ്രഹ്മത്തെ നമ്മൾ, മറ്റെല്ലാം ബാക്കിയുള്ള രശ്മികളാണെങ്കിൽ ഇത് നമ്മൾ നേരിട്ട് നോക്കുമ്പോഴുള്ള രശ്മികളാണ്. സൂര്യനെ തന്നെ നേരിട്ട് നോക്കുന്ന രശ്മിക്ക് സമാനമാണ് അത്. മേൽപ്പറഞ്ഞ രസങ്ങളുടെ എല്ലാം രസങ്ങളാവുന്നു അത്. അപ്പം നേരത്തെ എന്തെല്ലാം രസങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, അതായത് ഋഗ്വേദം, യജുർവേദം, സാമവേദ, അഥർവവേദത്തിലൂടെ ഈ പ്രപഞ്ചമുണ്ടായ എന്തെല്ലാം ജ്ഞാനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടോ, അതിൻ്റെ എല്ലാം രസമാകുന്നു അത്. ഏത്? ബ്രഹ്മം. വേദങ്ങൾ രസങ്ങളാകുന്നു, അതിലെ വേദങ്ങളുടെ മുകളിലുള്ള രസമാണ് ഈ പറഞ്ഞ ബ്രഹ്മത്തിൽ നിന്ന് വരുന്ന രസം. അതുകൊണ്ട് അത് അമൃതങ്ങളുടെ അമൃതാണ്, അമൃതിൻ്റെ അമൃതാണ് എന്ന് പറയുന്ന പോലെയാണ് ഏത് രസം. അപ്പം നേരത്തെ വേദങ്ങളുടെ 4 ദിക്കിലൂടെ, സൂര്യൻ്റെ 4 ദിക്കിലൂടെ പ്രവഹിക്കുന്നത് 4 വേദങ്ങളിലെ ജ്ഞാനങ്ങളാണെങ്കിൽ, അമൃതാണെങ്കിൽ, മുകളിൽ നിന്ന് വരുന്നത്, ആ ബ്രഹ്മത്തിൽ നിന്നും വരുന്നത് ഇവയുടെ എല്ലാം രസമാണ്, അമൃതത്തിൻ്റെ അമൃതമാണ്. അത് രഹസ്യമാണ്, രഹസ്യ ഉപദേശങ്ങളാണ്. അവ അമൃതങ്ങളുടെയും അമൃതമാണെന്നു. കാരണം വേദങ്ങൾ അമൃതമാണെങ്കിൽ ഇവ അവയുടെ അമൃതങ്ങളുമാകുന്നു. ആ അമൃതത്തിൻ്റെ അമൃതമാകുന്നു, വേദത്തിൻ്റെ അപ്പുറമുള്ള മധുവാകുന്ന, രസമാകുന്നു. അതാണ് ബ്രഹ്മം എന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. അപ്പം വേദങ്ങളിലൂടെയാണ് ഈ സൂര്യൻ്റെ രശ്മികൾ, സൂര്യനാണ് കാലചക്രമാണ് ഈ ലോകത്തെ എല്ലാം നയിച്ചു കൊണ്ടുപോകുന്നത്. അതെല്ലാം 4 വേദങ്ങളുടെ, അതിൻ്റെ 4 രശ്മികളാണല്ലോ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം 4 രശ്മികളെ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നാക്കി മാറ്റിയിട്ട്, അതെല്ലാം പുഷ്പങ്ങളായിട്ട് മാറ്റിയിട്ട്, ആ പുഷ്പങ്ങളുടെ മധുവാണ് വണ്ടുകൾ നുകരുന്നത് പോലെ നമ്മൾ നുകരുന്നതും ഈ പ്രപഞ്ചം. ആ ജ്ഞാനം, അതിൽ നിന്ന് വരുന്ന ജ്ഞാനമാണ് താലാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ഉണ്ടായത്. എന്നാൽ മുകളിലോട്ടുള്ള രശ്മികൾ, സൂര്യൻ്റെ മുകളിലോട്ടുള്ള രശ്മികൾ അങ്ങ് പോകും. അതെവിടത്തിൽ ചെന്ന് നിൽക്കും? ബ്രഹ്മത്തിൽ നിന്ന് എത്തും. അതിൽ നിന്ന് വരുന്ന രസം, ആ മധു, ആ പുഷ്പത്തിൽ നിന്ന് വരുന്ന രസം ആണ് ഇതിനെ എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്, ഈ പ്രപഞ്ചത്തെ മുഴുവനെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു കമ്പാരിസൺ, 4 അവിടെ എന്തെല്ലാം പറഞ്ഞു കഴിഞ്ഞു? പരാസയൻസും പറഞ്ഞു, അപരാസയൻസും പറഞ്ഞു, ബ്രഹ്മജ്ഞാനവും പറഞ്ഞു കഴിഞ്ഞു, ബ്രഹ്മത്താൽ ഉണ്ടാവും ഈ ഭൗതിക ലോകത്തിലെ കാര്യങ്ങളും എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇതെല്ലാം സൂര്യനിലൂടെയാണ് നമ്മെ ഈ ലോകത്തെ കാലചക്രത്തിലൂടെ, വേദങ്ങളിലൂടെ നയിച്ചുകൊണ്ട് പോകുന്നത്.